ഇന്ന് രസകരമായ ഒരു സംഭവം. ഐ ആം വെരി ഹാപ്പി എന്ന് രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ മഹാരാഷ്ട്രയിലെ DCC അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു യോഗത്തിൽ പോയിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങി അദ്ദേഹം സോണിയാഗാന്ധി ഉണ്ടായിരുന്നില്ല, രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുമായി സംസാരിച്ചു, അനുമോദിച്ചു എന്ന് പറഞ്ഞു. ഐ ആം വെരി ഹാപ്പി, ഞാൻ വളരെ ഹാപ്പിയാണ് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അല്ല, അതറിയില്ല, ആ സന്തോഷം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം സുഹൈൽ, ഈ റേസിൽ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒരുപോലെയുണ്ട്. അവർ മൂന്നുപേരും ഈ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുള്ളവരാണ്. അതിനുവേണ്ടി അവരുടെ ഗ്രൂപ്പ് മാനേജർമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ചുരുക്കാം. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇന്ന് ഒരു പ്രതികരണം കൊടുക്കുന്നത് ഞാൻ കണ്ടു. എനിക്കൊന്ന് മറ്റു ചില ചാനലുകൾ ഞാൻ ആ പ്രതികരണം ശ്രദ്ധിച്ചതാണ്. അതായത് ഇപ്പോൾ എനിക്ക് മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങളൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ആ കുട്ടിയെ വേറൊരാൾ കല്യാണം കഴിച്ച് കൊണ്ടുപോകാൻ പോകുന്നു, അതിനു മുമ്പ് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് ഒരു വിചിത്രമായ ന്യായം പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. അല്ല, ക്ലെയിം ഈ മൂന്ന് പേരുടെ അതാണ് ഉള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അതായത് ഇത് മാത്രമല്ല കേട്ടോ, ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് പരിഗണിക്കാൻ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ പൊതുവികാരം, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം, അതോടൊപ്പം നേരത്തെ സുഹൈൽ പറഞ്ഞതുപോലെ തന്നെ ഘടക കക്ഷികൾ, പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിക്കൊക്കെ മത്സരിക്കണമെങ്കിൽ ലീഗിന്റെ പിന്തുണ വേണം. അവരുടെ ശക്തി കോട്ടകളിലാണ് പ്രിയങ്ക മത്സരിക്കുന്നത്. അതുകൊണ്ട് ലീഗിന്റെ അഭിപ്രായം വളരെ ലീഗ് പരോക്ഷമായി പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സാദിഖ് അലി തങ്ങൾ ഏതാണ്ട് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ചോദ്യം, ഞാൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു, UDF അധികാരത്തിൽ വരുന്നു, മുഖ്യമന്ത്രി കാരണം അവരുടെ ഓപ്ഷനാണ് അത് ആരെടുക്കണം, ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. നമ്മളൊരു ടൈം ഫ്രെയിം അതിന് കൊടുക്കുന്നതിൽ കാര്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എത്ര ദിവസം വേണമെങ്കിലും സർക്കാർ രൂപീകരണത്തിന് ഗവർണറെ കാണുന്ന സമയമുണ്ട്. നിശ്ചിത സമയം കൊണ്ട് നിങ്ങൾ അങ്ങ് മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വിഭാഗീയതയാണെന്ന ഒരു പ്രചാരണം, അല്ലെങ്കിൽ ഇപ്പോഴേ കലവില തുടങ്ങി എന്ന രീതിയിലൊരു പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നു. ഇതിനെ നമ്മൾ എങ്ങനെ കാണണം? ഈ പറഞ്ഞ ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ല, UDFന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇതൊരു ജനവികാര പ്രശ്നമായിട്ട് മാറും. സുഹൈൽ, ഇത് അങ്ങനെ ഒരു പ്രശ്നമായി മാറുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇതൊരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്നുകൂടി പറയാം. കാരണം ഇത്തരം ചർച്ചകൾ സാധാരണഗതിയിൽ ഇപ്പോൾ CPMനെ സംബന്ധിച്ച് എന്താണ്, ഇങ്ങനെ ഒരു ചർച്ചയില്ല. മേൽഘടകത്തിൽ നിന്ന് പോളിറ്റ് ബ്യൂറോ ഒരാളെ നിശ്ചയിക്കുന്നു, അത് നിശ്ചയിക്കുന്ന ആളിനെ സംസ്ഥാന ഘടകം കൈയടിച്ച് അംഗീകരിക്കുന്നു. അതിനപ്പുറം MLAമാരുടെ നിയമസഭാ കക്ഷി യോഗത്തിന് അവിടെയുള്ള ആകെ റോളെന്ന് പറയുന്നത്, MLAമാരുടെ റോളെന്ന് പറയുന്നത് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് നേതാവിനെ തെരഞ്ഞെടുത്തു. അതായത് മുഖ്യമന്ത്രിയാകുന്ന ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആ നിയമസഭാ കക്ഷി നേതാവായിരിക്കും ആ പാർട്ടിയുടെ. ആ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്തു എന്നുള്ള ഒരു കാര്യം, അത് അംഗീകരിക്കൽ ചടങ്ങ് മാത്രമാണ്. ഇടയ്ക്ക് അങ്ങനെ വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ളത് CPMന്റെ കേന്ദ്ര നേതൃത്വം സുശീല ഗോപാലിനെ അവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കുകയും, പക്ഷേ സംസ്ഥാന കമ്മിറ്റിയിൽ അത് വന്നപ്പോൾ, സെക്രട്ടേറിയറ്റിൽ വന്നപ്പോൾ അത് വോട്ടെടുപ്പിലേക്ക് പോവുകയും ചെയ്ത് CPM കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം അട്ടിമറിച്ചത് മാത്രമാണ്. അതല്ലാതെ മറ്റ് സാധാരണഗതിയിൽ നടക്കുന്നത് മേളിൽ നിന്നുള്ള ആ തീരുമാനം അത് അംഗീകരിക്കൽ മാത്രമാണ്. പക്ഷേ ഇവിടെ നോക്ക്, MLAമാരുടെ അഭിപ്രായം തേടൽ, അത് യഥാർത്ഥത്തിൽ ഇതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അതൊരു ചടങ്ങുകൾ മാത്രമായേക്കാം. കാരണം ഹൈക്കമാൻഡിൻ്റെ മനസ്സിലിരിപ്പാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2011 രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിക്ക് വേണമെങ്കിൽ ഞാൻ മാറിക്കൊടുത്തു എന്നുള്ള ക്ലെയിം രമേശ് ചെന്നിത്തല പലപ്പോഴും അത് ആ നിലയിൽ നേതാക്കളോടൊക്കെ പറയാറുണ്ട്. അതുകൂടാതെ ഇപ്പോൾ കഴിഞ്ഞ തവണ ഹൈക്കമാൻഡ് വന്നിട്ട് ഇവിടെ MLAമാരോടെല്ലാം ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ആയിരിക്കാം കൂടുതൽ MLAമാരും പിന്തുണയ്ക്കാൻ സാധ്യത പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് 2021. പക്ഷേ അപ്പോഴെന്താണ്, മല്ലികാർജുൻ ഖർഗെ കേന്ദ്ര നിരീക്ഷകനായി എത്തിയ ഖർഗെ നേരെ അങ്ങോട്ട് MLAമാരോട് അങ്ങ് പറയുകയായിരുന്നു, ബെറ്റർ VD സതീശനേന എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു. അതായത് അങ്ങോട്ടൊരു നേതാവിനെ അങ്ങ് നിർദ്ദേശിക്കുക. കൃത്യമായി ഈ പറഞ്ഞതുപോലെ പാർലമെന്ററി മീറ്റിംഗ് കൂടി അതെല്ലാം MLAമാരുടെ പിന്തുണ അനുസരിച്ചൊക്കെ ആയിരിക്കുമോ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുക എന്നൊന്നും മാത്രമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.